ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താനു കാര്യം പറ. പരത്തിക്കുന്ന് കോളനിയെ സംബന്ധിച്ചുള്ള രേഖകൾ അടങ്ങിയ ഫയലൊന്നും ഇവിടെ കാണുന്നില്ല മാഡം. എന്ത് ഫൂളിഷ്നെസ് ആനു ഈ പറയുന്നേ? ഉത്തരവാദിത്തപ്പെട്ട ഒരു ഫയല് കാണാനില്ലെന്നോ? എന്റെ മുറിയിൽ സ്വാതന്ത്ര്യത്തോടെ കയറാനും എന്റെ ഷെൽഫ് തുറക്കാനും ഞാൻ അധികാരപ്പെടുത്തിയത് അനുവിനെ മാത്രമാണ്. സത്യാമ്മയോട് ദേഷ്യമൊന്നും മനസ്സിൽ തോന്നണ്ടാട്ടോ. സത്യാമ്മയും ഇപ്പൊ ഒരുപാട് മാറി. സ്നേഹിക്കാൻ മാത്രമേ പറയൂ. അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കാനൊന്നും അറിയില്ല. ചതിക്കാനാണ് ഉദ്ദേശമെങ്കിൽ രണ്ടിന്റെ ശവം ഒഴുകി നടക്കും, പുഴയിലോ കടലിലോ. ഡെയ്സി, ഇങ്ങോട്ട് വന്നേ. അയ്യോ, നീ എന്താ ഈ സമയത്ത് ഇവിടെ? നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. അയ്യോ, പതുക്കെ. കണ്ടില്ലേ? എന്നാ പൊക്കോ. അവരാരെയും കണ്ടാൽ? ഒരാളും കാണില്ല. ആ അതെ, നീ പുറത്തോട്ട് ഇറങ്ങി വന്നേ. അയ്യോ, ഞാനില്ല. ദേവണ്ണ, നീ ഇറങ്ങി വരുന്നുണ്ടോ അതോ ഞാൻ അകത്തോട്ട് കയറി വരണോ? ആഹാ ശരി, ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ, അതൊന്നും വേണ്ട. ഞാൻ ഇറങ്ങി വരാം. ആ എന്നാ ഇറങ്ങി വാ. നിന്നെ വിളിച്ചിറക്കൊണ്ട് പോവാനാ ഞാൻ വന്നേ. എന്നെ പ്രേമിച്ചതിന്റെ പേരിൽ നീ ഇവിടെ തടവി കഴിയേണ്ട ഒരു കാര്യമില്ല. നീ വന്നേ. അതെ, ഒന്ന് നിന്നേ. എന്താ, വല്ലതും എടുക്കാനുണ്ടോ? അതല്ല, ഏത് പ്രേമത്തിന്റെ പേരിലും ഇതൊക്കെ ഏത് വീട്ടിലും നടക്കുന്നതാ. ഇതിന്റെ പേരില് നമ്മളിങ്ങനെ ഇരുട്ടത്ത് ഒളിച്ചോടുകയല്ല വേണ്ടത്. ശിവനിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നതും ഇതല്ല. അല്ല, എന്താ പറഞ്ഞെന്ന് മനസ്സിലായില്ല. എന്നെ ഇവിടുന്ന് ആരും പിടിച്ചോണ്ട് പോകുകയൊന്നുമില്ല. ഇവിടെ ഇട്ട് ആരും അറുത്തു കൊല്ലാനും പോകുന്നില്ല. പക്ഷെ ഈ രാത്രിയില് ഒരു കള്ളനെ പോലെ അല്ല എന്നെ കൊണ്ടുപോകേണ്ടത്. പിന്നെ നിന്റെ അപ്പനെ ആങ്ങളെയും രണ്ടടിയും കൊടുത്ത് പിന്നെ നിന്നെ കൊണ്ടുപോകണമെന്നാണോ? എങ്കി വാ, അങ്ങനെയെങ്കി അങ്ങനെ. നിക്ക്. അടി കൊടുക്കുന്ന എന്തിനാ? അവർ അന്നം പുന്നാരമായി വളർത്തിക്കൊണ്ടുവന്ന മകളെ അവരുടെ മുന്നിൽ കൂടി ഒരു ബഹളവും കൂടാതെ തന്റെ അടുത്തോടെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുമ്പോ അവർക്ക് കിട്ടുന്നത് ഇതുവരെ കിട്ടാത്ത ഏറ്റവും വലിയ അടിയല്ലേ ശിവ? അതല്ലേ ഹീറോയിസം? ഞാൻ ശിവനിൽ കാണാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാ. എടി, ഞാൻ വിളിച്ചിറക്കുമ്പോ അവര് വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കൊലപാതകം വരെ നടക്കും. എന്റെ അല്ല, അവരുടെ. അവസരം വരും. അതിപ്പോ ഉടനെ വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെ കൊണ്ടും കൊടുത്തും സഹിച്ചു ഇവിടെ നിന്നോളാം. പട്ടാപ്പകൽ ആൺകുട്ടിയെ പോലെ വന്ന് എന്നെ ഇവിടുന്ന് എല്ലാവരും വെല്ലുവിളിച്ചുകൊണ്ട് ഇറക്കിക്കൊണ്ട് പോയാ മതി. പക്ഷെ അവര് വെറുതെ നോക്കി നിൽക്കണം, ഒരു വാക്കുപോലും മറുത്ത് പറയാതെ. അതിനു വേണ്ടുന്ന എന്താന്ന് വെച്ചാ നീ ചെയ്യണം. ഒരാളുടെ മുന്നിലും തലയൊനിക്കുന്ന ശിവനെയല്ല ഡെയ്സിക്ക് ആവശ്യം. ചങ്കൂറ്റത്തോടെ തല ഉയർത്തി നിൽക്കുന്ന ശിവനെയാ എനിക്ക് വേണ്ടത്. നീ എപ്പോഴും പറയാറില്ലേ ശിവോഹം? പല പെൺകുട്ടികളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പന്റെ ആങ്ങളുടെ മുന്നിലേക്ക് വെട്ടാനിട്ട് കൊടുക്കുന്ന കാമുകിയെ ഞാൻ ആദ്യമായിട്ട് കാണുക. എന്റെ ശിവൻ ഭീരു അല്ല, ഭീരു ആകുകയില്ല. എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. ഞാൻ എന്നും ശിവനുള്ളതാ, ശിവൻ ഈ ഡെയ്സിക്കുള്ളതും.
അപ്പം വിളിപ്പിച്ചത്? ഡെയ്സിയുടെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. അവള് വ്യക്തമാക്കിയത് അവളുടെ നിലപാടാ. അതിനി ഒരു തരത്തിലും മാറാനും സാധ്യതയില്ല. ഇനി ചെയ്യേണ്ടതും ചെയ്യിക്കേണ്ടതും നമ്മളാ. ശിവൻ, അവൻ നമുക്ക് മുന്നിലെ വലിയൊരു കരടാ. ഈ കരട് വലുതായാലും ചെറുതായാലും കണ്ണിൽ പോയാൽ അപകടമാണ്, പ്രത്യേകിച്ച് കൃഷ്ണമണിയിൽ. എടാ മോനെ, നമ്മുടെ മോള് ഡെയ്സി നമുക്ക് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി തന്നെ. അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയും നമുക്കുണ്ട്. എന്തു വില കൊടുത്തും നമ്മളത് സംരക്ഷിച്ചിരിക്കും. അതിനൽപ്പം ചോര പൊടിക്കേണ്ടി വന്നാലും പ്ലാമൂട്ടിൽ കുടുംബത്തിന് അതൊരു അന്തസ്സാടാ. മനസ്സിലായോ നിനക്ക്? അനു പറ, ഇപ്പൊ എങ്ങനെയുണ്ട് മാഡം? ആ ക്ഷീണമൊക്കെ മാറി. 1-2 ദിവസത്തിനുള്ളിൽ റീജോയിൻ ചെയ്യാന്ന് വിചാരിക്കുന്നത്. അതിനുള്ളിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇവിടെ നടന്നു മാഡം. എനിക്ക് ഇന്നലെ അതിന്റെ സൂചന കിട്ടിയത്. സംഗതി സത്യം തന്നെയാണെന്ന് ഉറപ്പായതുകൊണ്ടാണ് ഞാനിപ്പോ മാഡത്തെ വിളിച്ചത്. എന്താ അനു, കാര്യം പറ. പരുത്തിക്കുന്ന് കോളനിയെ സംബന്ധിച്ചുള്ള രേഖകൾ അടങ്ങിയ ഫയലൊന്നും ഇവിടെ കാണുന്നില്ല മാഡം. എന്ത് ഫൂളിഷ്നെസ് അനു ഈ പറയുന്നേ? ഉത്തരവാദിത്തപ്പെട്ട ഒരു ഫയല് കാണാനില്ലെന്നോ? എന്റെ മുറിയിൽ സ്വാതന്ത്ര്യത്തോടെ കയറാനും എന്റെ ഷെൽഫ് തുറക്കാനും ഞാൻ അധികാരപ്പെടുത്തിയത് അനുവിനെ മാത്രമാണ്. ഭദ്രമായി ഞാൻ അവിടെ വെച്ചിരുന്ന ഫയലുകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് അനുവിന്റെ കഴിവുകേട് കൊണ്ട് തന്നെയാണ്. അതീന്ന് അനുവിന് എന്ത് കാരണം പറഞ്ഞു ഒഴിവാകാൻ പറ്റില്ല. മാഡം, ഞാനൊന്നും പറയുന്ന കേക്ക് മാഡം. മാഡത്തിന്റെ അഭാവത്തില് ഇവിടുത്തെ ഇൻചാർജ് ജോൺ എബ്രഹാം സാറായിരുന്നു. സാറ് വന്നതിനെ ഭീഷണിപ്പെടുത്തും പോലെയാ ഷെൽഫിന്റെ താക്കോൽ ആവശ്യപ്പെട്ടത്. മറ്റെന്തൊക്കെയോ ഫയലുകൾ നോക്കാനുണ്ടെന്നും ADMന്റെ ജോലിക്ക് തടസ്സം നിൽക്കരുതെന്നൊക്കെ പറഞ്ഞായിരുന്നു എന്നോടുള്ള വിരട്ട്. എനിക്ക് എതിർത്ത് നിൽക്കാൻ സാധിച്ചില്ല മാഡം. ശരി, സംഭവിച്ചത് സംഭവിച്ചു. ഞാൻ എന്തായാലും ഓഫീസിലേക്ക് വരാം. അനു അവിടെ കാണണം. ഞാൻ അവിടെ വന്നിട്ട് എന്താന്ന് വെച്ചാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. ഓക്കെ മാഡം.